ഉണ്ട്. നിങ്ങളാരാ? കേരള ടുഡേ. അല്ല പിന്നെ ബസ്സിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് എഴുതി കൊടുക്കുന്ന കണ്ടക്ടറുടെ കാക്കിയും നീതിപാലനത്തിന് വേണ്ടി സാറണിഞ്ഞിരിക്കുന്ന ഈ കാക്കിയും രണ്ടും രണ്ടാണ്. സാമാന്യ ബോധമില്ലാത്ത ഒരു കണ്ടക്ടർ കഴുതയുടെ അബദ്ധ ജടിലമായ ജൽപ്പനങ്ങൾക്ക് സാറിന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കാൻ കഴിയുമെന്ന് വിവേകശാലിയായി ഞാൻ കരുതിയിരുന്നില്ല. തുറച്ചു നോക്കണ്ട, ഞാൻ കിഴക്കേടം, കേരള ടുഡേ. കിഴക്കേടം പ്രശ്നമല്ല, സോൾവ് ആയി. ആര് പറഞ്ഞു സോൾവ് ആയെന്ന്? പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. യാത്ര പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ട്രെയിനിലോ പ്ലെയിനിലോ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഏതെങ്കിലും അജ്ഞാതൻ ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഉടനെ ട്രെയിനും പ്ലെയിനും ക്യാൻസൽ. ലക്കും ലഗാനും ഇല്ലാതെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരുത്തന്റെ പോക്കറ്റ് അടിച്ചു എന്ന് സംശയം പറഞ്ഞാൽ ഉടനെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ വ്യവസ്ഥിതി ഇവിടെ അവസാനിപ്പിച്ചേ പറ്റൂ ഇൻസ്പെക്ടർ. ചിരിക്കരുത്. കുറെ നിരപരാധികളെ ചോദ്യം ചെയ്ത് വിറപ്പിക്കുമ്പോ ഏതാണ്ട് സായുജ്യം കിട്ടിയ പോലെ പോലീസ് അമ്മമാർക്ക്. കൈക്കൂലി കാശ് കൊണ്ട് പള്ള വീർപ്പിച്ചാൽ മാത്രം പോരാ, തലയ്ക്ക് താഴ്താമസം ഉണ്ടാക്കാനുള്ള ഏർപ്പാടുകൂടി ചെയ്യണം. കേട്ടോ കാക്കി? അന്തസ്സോടെ പെരുമാറിയാൽ ഞങ്ങൾ പോലീസ് എന്ന് വിളിക്കും, ഇല്ലെങ്കിൽ പുല്ലീസ് എന്ന് വിളിക്കും. ക്ഷമിക്കണം സാർ, സാധാരണ പത്രക്കാരൊക്കെ ഇങ്ങനെ പറയുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെ പറയില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഇടി വീണു. 60 തവണത്തേക്ക് മാപ്പാക്കണം, വിവരക്കേട് കൊണ്ടാ. കിഴക്കട ഞാനും വരുന്നു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. മർമ്മത്തിലാ കൊണ്ടുപോകും. അതെ, ഗുഡ് മോർണിംഗ്. നാളത്തെ പത്രത്തിലേക്കല്ലേ കൊടുക്കാമല്ലോ. മാറ്റർ പറഞ്ഞോളൂ. ഇത് രഞ്ജിനി മേനൻ, പുതിയ റിപ്പോർട്ടറാ. ഇത് ഉണ്ണികൃഷ്ണൻ, സബ് എഡിറ്റർ. ഇത് നമ്മുടെ ഞാൻ RJ കിഴക്കേടം, സിറ്റി കറസ്പോണ്ടന്റ് ആണ്. പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം എന്തായി? എന്താകാൻ, ഞാൻ സബ് ഇൻസ്പെക്ടറെ വരട്ടിയപ്പോ അയാൾ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. 24 hours കാസർഗോഡേക്ക് കമത്തു എന്ന് പറഞ്ഞപ്പോ ഒറ്റ മോങ്ങൽ. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഏതോ അലവിലാതി പെണ്ണാണ് വാദി. അല്ലെങ്കിൽ താഴെ വീണ പേഴ്സ് എടുത്ത് കൊടുക്കാൻ പോയാളെ കള്ളനാക്കൂ. ബ്ലഡി ബീച്ച്. അവളെ എന്റെ കൈ കിട്ടിയ ഞാൻ ചെകിടത്തൊന്ന് പൊട്ടിക്കും. കണ്ടക്ടറാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നീ തന്നെ ഇപ്പൊ മാറ്റി പറയുന്നു? നീ തന്നെയല്ലേ പറഞ്ഞ അവളെ കണ്ടാ തന്നെ അറിയാം ഒരു വട്ടിന്റെ ലക്ഷണം ഉണ്ടെന്ന്. കുമാരി രഞ്ജിനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? പറയാം. ഇവൻ ബസ് യാത്ര ചെയ്യുമ്പോൾ ഒരു വാക്ക് എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നതാ പരമദുഷ്ടം. പറയാനൊരു അവസരം തരണ്ടേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? നിക്ക് നിക്ക്. ബസ് യാത്ര ചെയ്യുന്നത് രഞ്ജിനിയാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാൻ കുട്ടിയെ ചുണ്ടു പിടിപ്പിക്കാൻ നോക്കിയതാ, ഒരു തരത്തിലുള്ള റാഗിങ്. പക്ഷേ കുട്ടി പിടിച്ചു തന്നു. യു ആർ വെരി സ്മാർട്ട്. എന്നാ ഞാൻ ബാറിൽ പോയി കന്റീനിൽ പോയി ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. സോറി സർ. എന്തിന്? ഇറ്റ് വാസ് നോട്ട് യുവർ ഫോൾട്ട്. ഏതായാലും പോലീസ് അവർ ഉപദ്രവിക്കാൻ നന്നായി. ഓഫീസിൽ വന്ന് എന്നെ കണ്ടപ്പോഴുള്ള കക്ഷിയുടെ എക്സ്പ്രഷൻ ഒന്ന് കാണേണ്ടതായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ആളിന്റെ സ്വഭാവം എനിക്ക് പിടികിട്ടി. പുള്ളിക്കാരന് ഞാൻ മനസ്സിലൊരു പേരും ഇട്ടിട്ടുണ്ട്, ഡീസന്റ് ഉണ്ണികൃഷ്ണൻ. ഇത്തരക്കാരുടെ സൈക്കോളജി എന്താണെന്ന് ചേട്ടൻ അറിയോ? മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ജെന്റിൽമാൻ ഇമേജ് നിലനിർത്തണമെന്ന് വളരെ നിർബന്ധമുള്ള കൂട്ടരാ. ഓഹോ, സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ആളുകളെ കുറിച്ചുള്ള നിന്റെ എല്ലാ റീഡിങ്ങും ശരിയായിക്കൊള്ളണമെന്നില്ല. എന്താണ് ചേട്ടനും അനിയത്തിയും തമ്മിലൊരു തർക്കം? ഏയ് ഒന്നുമില്ല. അതൊക്കെ പോട്ടെ. എങ്ങനെയുണ്ട് നിന്റെ ഓഫീസ് സെറ്റപ്പ് ഒക്കെ? കൊള്ളാം. നീ MD കണ്ടായിരുന്നോ? ഇല്ല, അദ്ദേഹം ഓഫീസിൽ വന്നില്ല. പുള്ളി അങ്ങനെ ഓഫീസിലങ്ങ് പോകാറില്ല. പത്രം മാത്രമല്ല, വേറെ 100 കൂട്ടം ബിസിനസ് ഉള്ള ആളാ. ഏതായാലും രാവിലെ വീട് വരെ ഒന്ന് പോയി അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും നല്ലതാ. നമ്മുടെ അടുത്ത സ്ട്രീറ്റിലാ താമസം. Where does the sun rise? The sun rises in the east. എന്താ? വിശ്വനാഥൻ സാറുണ്ടോ? ഡാഡി കുളിച്ചോണ്ടിരിക്കുക. പ്ലീസ് കം. പ്ലീസ് ടേക്ക് എ സീറ്റ്. താങ്ക് യു.
us dash and dash. Cow gives us milk and cow gives us milk and മീറ്റ്. എനിക്കറിയാം, മറന്നുപോയതാ. മീറ്റ്. ആന്റിക്ക് പുസിക്കാറ്റ് അറിയാവോ? പിന്നെ അറിയാലോ. Pussycat, where have you been? I have been to London to look at the Queen. ആന്റി സ്കൂൾ ടീച്ചറാ? ഏയ് അല്ല. ഞങ്ങളുടെ ടീച്ചർ സോങ് പാടുന്നാലും നന്നായിട്ട് ആന്റി പാടുണ്ടല്ലോ. ആന്റിയുടെ പേരെന്താ? രഞ്ജിനി മേനോൻ. ഹായ്, മമ്മിയുടെ പേര്. ആഹാ, മോളുടെ മമ്മിയുടെ പേരും രഞ്ജിനി എന്നാ? ആ, മോളെ മോളെ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ഐ മോർണിംഗ്. എം രഞ്ജിനി മേനോൻ. പുതുതായി മനസ്സിലായി, ഇന്നലെ ജോയിൻ ചെയ്തു അല്ലേ? കൈമൾ സാർ വിളിച്ച് പറഞ്ഞിരുന്നു. ഡാഡി, ഉം? എനിക്ക് ട്യൂഷൻ ടീച്ചറെ ഏർപ്പാട് ചെയ്യണമെന്ന് ഉമാരങ്ങളോട് പറഞ്ഞില്ലേ? ഉം. ഈ ആന്റി മതി. എല്ലാ ലെസൺസ് ഈ ആന്റിക്ക് കാണാൻ പാടാ. ഉഹും. മോൾ അകത്ത് വരുന്നു, പഠിച്ചോളൂ. ഇരിക്കൂ, കമാ. വേണ്ട സർ, ഞാൻ ഇറങ്ങാ. മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ സാറിന് ഫോമലായിട്ടൊന്ന് മീറ്റ് ചെയ്തിട്ട് പോവാന്ന് കരുതിയാ ഞാൻ. ഇറ്റ്സ് ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കാര്യം. താങ്ക് യു സർ. അമ്മേ, നമ്മുടെ പത്രത്തിൽ പുതുതായി ജോയിൻ ചെയ്ത ജേർണലിസ്റ്റാ രഞ്ജിനി മേനോൻ. നമസ്കാരം. കേറിയിരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. വേണ്ടമ്മേ, ഇനി ഒരു ദിവസമാവാം. വരട്ടെ സാർ. ഉം. വരട്ടെ അമ്മേ. യെസ്, ഇത് മത്സരത്തിന്റെ യുഗമാണ്. സിമിലർ ലൈൻ ഓഫ് പ്രോഡക്ട്സ് മാർക്കറ്റിലുള്ളപ്പോൾ ഉപഭോക്താവ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, കേരള ടുഡേയുടെ നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായേ തീരൂ. പിന്നെ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമാണുള്ളത്. എന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു പല വ്യവസായങ്ങളിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഞാൻ ഓരോ കൊല്ലവും അഡീഷണലായി പത്രത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളിൽ പലർക്കും അറിയില്ല. ഇത്രയും പറഞ്ഞത് എങ്ങനെയെങ്കിലും പത്രത്തിലൂടെ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ല. നമ്മുടെ പത്രത്തിന്റെ മഹത്തായ പാരമ്പര്യം നിലനിർത്തണം എന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. പോളിസി മാറ്റേഴ്സിലോ ഇന്റേണൽ മാനേജ്മെന്റിലോ ഞാൻ ഇതുവരെ ഒരു രീതിയിലും ഇന്റർഫിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എക്സ്പെക്ട് റിസൾട്ട്സ്. ഓൺലി ഹാർഡ് വർക്ക് ക്യാൻ ഗിവ് കോൺക്രീറ്റ് റിസൾട്ട്സ്. നോവൽ ഫീച്ചേഴ്സ്, സെൻസേഷണൽ റൈറ്റപ്സ്, വൈഡ് കവറേജ് ഓഫ് ഡേ ടു ഡേ ഹാപ്പനിങ്സ്, ഇവയെല്ലാം മാക്സിമം പെർഫെക്ഷനോട് കൂടി നമ്മുടെ പത്രത്തിൽ വരുത്താൻ കഴിഞ്ഞാൽ അത് കേരള ടുഡേയുടെ ഇമേജ് വളരെയധികം വർദ്ധിപ്പിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സത്യം പറഞ്ഞ മാനേജിംഗ് ഡയറക്ടറുടെ പ്രസംഗം കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അയാള് പറയുമ്പോലൊക്കെ അധ്വാനിക്കുന്നതിനേക്കാൾ നല്ലത് ചുമടെടുക്കാൻ പോകുന്നതാ. ചുമട്ട് ജോലിക്ക് അങ്ങനെ പ്രായപരിധിയൊന്നും ഇല്ലല്ലോ. അതെ, കിഴക്കേടത്തിന് ഇനി വേണമെങ്കിലും പോകാന്നല്ലേ ഉള്ളൂ. ഞങ്ങള് തമ്മിൽ ഇങ്ങനെ എപ്പോഴും തമാശ പറഞ്ഞോണ്ടിരിക്കും. എന്തിന് നമ്മുടെ പത്രത്തിന്റെ പഴയ ഇഷ്യൂ ഒക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടുത്തെ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് അറിഞ്ഞിരിക്കാമല്ലോ. എന്റെ ലേഖനങ്ങളുള്ള പത്രങ്ങൾ സശ്രദ്ധം വായിക്കണം, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ശരിയാ, മോശപ്പെട്ട ലേഖനങ്ങൾ എങ്ങനെ എഴുതുന്നെന്ന് മനസ്സിലാക്കിയിരിക്കാമല്ലോ. ഉടേഷൻ, ഒരു മിനിറ്റ്. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. എന്റെ അപ്പൂസിന്റെ സ്വന്തം കുപ്പൂസിന്റെ 7-8 ഭാഗം എഴുതി വെച്ചേക്കണം. കഥ ഇതുവരെ എന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ശരി, എത്ര നാള് നിന്നെ കൊണ്ട് എഴുതിച്ച് എനിക്കിങ്ങനെ ആളായി നടക്കാൻ പറ്റും എന്നല്ലേ അച്ഛയുടെ അർത്ഥം? നിനക്കോ പൈങ്കിളി വാരികൾ എഴുതാൻ താല്പര്യമില്ല. അപ്പൊ പിന്നെ കൂലിക്ക് എഴുത്ത് നല്ല പരിപാടിയല്ലേ? കിട്ടുന്നത് പാല് നിനക്ക് തരുന്നുണ്ടല്ലോ. കാശിന്റെ കണക്ക് അവിടെ നിൽക്കട്ടെ. എവിടെ എത്ര അത്യാവശ്യമായിട്ട് പോകാനുള്ളത്? സംഗതി പരമരഹസ്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു നക്ഷത്ര വേശ്യാലെ സംഗതത്തെ കുറിച്ച് അറിവ് ലഭിച്ചിട്ടുണ്ട്. നേരിട്ട് പോയി ചില വിവരങ്ങൾ ചോർത്തിയെടുത്ത് നാളത്തെ പത്രത്തിൽ തന്നെ കാറ്റണം. അതത്ര ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണോ? അല്ല, അതിന് ഞാൻ വേറെ വകുപ്പ് കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ പരിചയക്കാരി ഒരു നാടക നടിയെ ഞാൻ കൂടെ കൊണ്ടുപോകും. എന്തിന്? ആ പെണ്ണിനെ അവിടെ നിർത്താനാണെന്ന് കള്ള പറയും. എന്നിട്ട് ഞാൻ അകത്ത് കയറും, ചോർത്തും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ബെസ്റ്റ്.
എന്നാലും ഇന്നലെ വരെയും ചീത്ത പെണ്ണുങ്ങളാ ഇവിടെ താമസിച്ചോണ്ടിരുന്നെന്ന് ഓർക്കുമ്പോഴാ ഒരു മനപ്രയാസം. അതിലൊന്നും ഒരു കാര്യമില്ലടി. അവരെ എല്ലാം കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ ഈ സോമന് തന്നില്ലേ? നാ, സത്യം പറഞ്ഞ ഞാൻ അവരെ ഒഴിപ്പിച്ചതിന്റെ ഒരു നന്ദി സൂചകമായിട്ട് നമ്മൾ ഇവർക്ക് 4 വാടക കൊടുത്താൽ മതിയെന്നാ ഈ വീട്ടുടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു വീട് 850 രൂപയ്ക്ക് എവിടെ കിട്ടാനടി? ആ അത് ശരിയാ. ആ മനസ്സിലായില്ല. ഇവിടെ ചേർക്കാൻ കൊണ്ടുവന്ന എങ്ങനുണ്ട് ഉരുപ്പടി? തരക്കേടില്ല. അതേവാ വലിയ വലിയ VIP വരുന്ന വീടല്ലേ, തനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാം. എന്താ എന്റെ പേര്? ഓമന. അല്ലടോ, തന്റെ പേരെന്താ? തന്റെ പേരെന്തോടോ? അതെ, നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പേഴ്സണൽ ടൈത്തിൽ സംസാരിക്കാം. ബാ. എന്തുവാടേ ഇടയുന്നേ? നല്ല ബാഡയാണല്ലോ. താൻ ഇവിടുത്തെ ബാഡി ഗാർഡാണോ? ബാ ബാടേ. പട്ടി കഴിവോടെ. അയ്യോ 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 എന്റെ അമ്മ. എന്തു പറ്റി? ശബ്ദം പോയി. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും അടി ഒരുമിച്ച് കൊണ്ടിട്ടില്ല. ആ പഴയ എണ്ണയും കുഴമ്പ് കൂടി ഇരിപ്പുണ്ടല്ലോ. ഉണ്ട്. കുറച്ച് വെള്ളം ചൂടാക്കി ദേഹം മുഴുവൻ പിടിച്ചത് അനിയ. കേൾക്കണം. പോണ്ടാന്ന് പറയണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അത് മനസ്സിലുണ്ടായിരുന്ന മതിയോടെ പറഞ്ഞു തൊലക്കട്ടെ. പക്ഷെ അടി കൊള്ളണമെന്ന് തലയിൽ വര കിടക്കുമ്പോ അത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചാ മായ്ക്കാൻ പറ്റുമോ? കിടക്കണം. ഈ ടൈപ്പ് 2 ഇടി കൂടി കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങളുടെ പ്രിയങ്കരനായ കിഴക്കേടൻ ദിവംഗതനായി ഇന്ന് നമ്മുടെ പത്രത്തിൽ തന്നെ ബ്ലാക്ക് ബാർഡറിൽ ഫോട്ടോ അടിച്ചു വന്നേനെ അനിയ. വിഷമിക്കാതെ നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം.